ഹായ് ഫ്രണ്ട്സ്, ഇത് വിഷ്ണുവിൻ്റെ നാട്ടിലെ കാഴ്ചകളിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് റോഡൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുവാണ്. എന്തൊരു നിശബ്ദതയാണെന്നറിയോ ഇവിടെയൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ടാസ്ക്കൊക്കെ ഉണ്ട്. ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, ഫ്ലാറ്റിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കപ്പയാണ് ഞാൻ ഒന്നാമത് നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജോലി വിഷ്ണുവിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, കപ്പ പിഴുതെടുക്കുക എന്നുള്ള ജോലി. ഞാൻ ഈ മൺവെട്ടിയൊക്കെ ആയിട്ട് പോയപ്പോഴത്തേനും ആളിവിടെ കപ്പ പിഴുത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഈ ഒരു തണ്ടിലൊരു 6-7 കഷ്ണം കപ്പ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വച്ചു. നല്ല വെണ്ണ പോലത്തെ കപ്പയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ടാസ്ക്കാണ്, കറിവേപ്പില പറിക്കുക. സാധാരണ ഞാനാണ് കയറി പറിക്കുന്നത്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും വിഷ്ണുവിന് തന്നെ ഈ ടാസ്കും കൊടുത്തു. അങ്ങനെ വിഷാംശമൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് കരിവേപ്പിലയും കിട്ടി. അങ്ങനെയാണ് രണ്ടാമത്തെ ടാസ്കും കഴിഞ്ഞു. ഇതുകൂടാതെ വാഴത്തട, തടിയങ്ങ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വീടിൻ്റെ ബാക്ക് വശത്തൊരു പറമ്പുണ്ട്, അപ്പോൾ അവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഋഷിയായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ഈ കാഴ്ചയൊക്കെ കാണാൻ. ഋഷി എൻ്റെ ഇളയ മോനാണ്, ഈ നടന്നു പോകുന്ന ആളാണ്. ആൾക്കിതൊക്കെ ഒരു പുതിയ കാഴ്ചയാണ്. ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ഒരു ജനറേഷനിലെ ആൾക്കാരായിട്ടുണ്ടായിരിക്കാം ഇത്രയെങ്കിലുമൊക്കെ കാണാൻ പറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടെ വന്നിട്ട് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിക്കാൻ പറ്റി. ജാനിയും കാശിയും ഇവിടെ തൊട്ടാവടിയെ മത്സരിച്ച് തൊട്ട് കളിക്കുക കേട്ടോ. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ജാനിക്ക്. കാരണം ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും അവർക്ക് ഇവിടെ കാണാൻ കിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ TV, മൊബൈല്, ഫ്ലാറ്റിലെ പാർക്ക്, ഇതൊക്കെ തന്നെയാണ് അവളുടെ എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്കതൊന്നും വേണ്ട, ഇങ്ങനെ ഇറങ്ങി നടന്നാൽ മതി. ഇത് വിഷ്ണുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ്. ഈ വീട്ടിലൊരു വയസ്സായ അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയെ കാണാനാണ് ഞങ്ങൾ വന്നത്. നല്ല സുന്ദരി അമ്മൂമ്മ എനിക്കൊരു ഫോട്ടോയ്ക്ക് പോസൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അമ്മ ഇവിടെ ഉച്ചൂണൊക്കെ റെഡിയാക്കുവാണ്. ഇപ്പോഴും ഇവിടെ അടുപ്പിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെയൊക്കെ ഇവിടെ കുക്കറിൽ വയ്ക്കുന്ന ചോറ് അതിൻ്റെ 7 അയലത്ത് വരില്ല. നല്ല ഒന്നാന്തരം അടുപ്പത്ത് വെന്ത് ചോറ്. കൂടെ കഴിക്കാൻ രസം, അവിയൽ, ഓലൻ, മീൻകറി, തോരൻ എല്ലാം ഉണ്ട്. ഓലൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഫൈനൽ പരിപാടിയായിട്ട് വിഷ്ണു ഇറങ്ങിയിട്ടുണ്ട്, കാറ് കഴുകൽ. ഇവിടെ വരുമ്പോൾ കാറ് കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇഷ്ടംപോലെ വെള്ളം കിട്ടും. നമുക്ക് ഫ്ലാറ്റിലൊന്നും ഇത്രയും വെള്ളം എടുത്തൊന്നും കഴുകാൻ പറ്റില്ല. അപ്പോൾ കാറ് കഴുകുന്നതിനോടൊപ്പം പിള്ളേരെയും കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ ഇവിടെ യാത്രയൊക്കെ പിള്ളേർക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പോകാനായിട്ട്. ഇങ്ങനൊരു ശനിയും ഞായറും പെട്ടെന്ന് കടന്നുപോയി വീണ്ടും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക്.